ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹിന്ദു യുവതിയെ ലവ് ജിഹാദിൽ കൊടുക്കാൻ ശ്രമിച്ച UP പോലീസ് കോൺസ്റ്റബിളിനെതിരെ വകുപ്പ് തല അന്വേഷണം ഊർജിതമാകുന്നു. ലക്നൌവിലെ ചീൻഹട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. ബാദുഷാ ഖാൻ എന്ന ഒരു പോലീസ് കോൺസ്റ്റബിളിനെതിരെയാണ് ലവ് ജിഹാദ് ആരോപണം ഉയരുന്നത്. ഷാജഹാൻപൂർ സ്വദേശിനിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായി അമിത് എന്ന പേരിലാണ് ഇയാൾ ബന്ധം സ്ഥാപിച്ചത്. മുസ്ലിമാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഹിന്ദു കുട്ടികളെയും ക്രിസ്ത്യൻ കുട്ടികളെയും ഒക്കെ പേര് മാറ്റി മതം മാറ്റിയൊക്കെ പറഞ്ഞ് ചാറ്റ് ചെയ്ത് ഏറ്റവും ഒടുവിൽ അവര് രണ്ടുപേരും തമ്മിൽ രൂഢമൂലമായ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ച് അവളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ രേഖകളും കൈക്കലാക്കിയതിന് ശേഷം മാത്രമേ സത്യം അവൾ അറിയൂ. പിന്നെ നമ്മളെ ഒരാൾ പറ്റിക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ മിടുക്കനാണ് എന്നോ നമ്മൾ പാവമാണെന്നോ അല്ല. മറിച്ച് നമ്മളൊന്നിനും കൊള്ളാത്തവരായതുകൊണ്ട് അവര് ജയിച്ചു. അവരുടെ മിടുക്കല്ലത്, നമ്മുടെ കഴിവുകേട് കൂടിയാണ്. ലവ് ജിഹാദിൽ അകപ്പെട്ടിട്ട് പിന്നീട് കിടന്ന് കയ്യും കാലും എടുത്ത് തന്നെ അവരാണ് മതം മാറ്റിയത്, തന്നെ ഇവരാണ് മതം മാറ്റിയത്, എനിക്ക് അവരാണ് അത് പറഞ്ഞു തന്നത്, ഇവരാണ് എൻ്റെ ദേവിയെ കുറിച്ച് പറഞ്ഞത്, ഇവരാണ് എൻ്റെ മതവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞത്, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. എന്താ, നിങ്ങളൊക്കെ ഇത്രയും കാലവും ഈ മതത്തിനകത്ത് നിന്ന് ജീവിച്ചവരായിരുന്നില്ലേ? ഇപ്പൊ ഏതെങ്കിലും ഒരു 5, 6, 7 പോട്ടെ, 5നും 10നും ഇടയ്ക്ക് പ്രായമുള്ള ഏതു കുട്ടികളോടും, മുസ്ലിം കുട്ടികളോട് നിങ്ങൾ ചോദിക്ക് എന്താണ് നിങ്ങളുടെ മതവിശ്വാസം എന്ന്. എവിടെയാണ് പടച്ചോനെന്ന് ചോദിക്ക്. എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്ക്. നിങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ചും ഈമാൻ കാര്യത്തെക്കുറിച്ചും ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ. വിശ്വാസപരമായ കാര്യങ്ങളും അനുഷ്ഠാനപരമായ കാര്യങ്ങളും കൃത്യമായിട്ട് അക്കമിട്ട് അവർ നിങ്ങൾക്ക് നിരത്തി തരും. എന്തുകൊണ്ടാണെന്നറിയാമോ? വളരെ ചെറിയ പ്രായം മുതലേ അവർ മതം പഠിക്കുന്നു. മതപാഠശാലകളിൽ പോയി അവരുടെ ഉള്ളിലേക്ക് ഈ മതത്തിന്റെ വിജ്ഞാനം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നു, ഫ്രഷ് ബ്രെയിനിലേക്ക്. നമ്മൾ പറയും കുറച്ച് വളർന്നതിന് ശേഷം അവർക്ക് ഇഷ്ടമുള്ള മതം അവർ സ്വീകരിച്ചോട്ടെ. പക്ഷെ അതങ്ങനെയല്ല. മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി മുസ്ലിം കുടുംബാന്തരീക്ഷത്തിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ ജനിക്കുന്നതോടുകൂടി തന്നെ അവന്റെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇക്കാമത്തും ഇട്ടുകൊടുത്ത് അവന്റെ ചുണ്ടിൽ ഒരുപക്ഷെ സ്വർണമോ സംസം വെള്ളമോ ഒക്കെ ഉരച്ചു നൽകി അവനെ ഒരു പ്രത്യേക മതത്തിലേക്ക് നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം ചെയ്യിക്കുക. ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനെ ശേഷം അവനെ സുന്നത്ത് കർമ്മം ചെയ്ത് ആ മതത്തിലേക്ക് നാക്കി മാറ്റുന്നു. അറ്റം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൃത്യമായല്ലോ, പൂർണ്ണമായി കഴിഞ്ഞു. അള്ളാഹു വാനലോകത്ത് നിന്ന് സൃഷ്ടിച്ചു വിടുന്നത് പൂർണ്ണതയിലല്ല എന്നാണ് ഇവരുടെ വിശ്വാസം. അള്ളാഹു പൂർണ്ണമായി സൃഷ്ടിക്കുന്നവനാണ്, ന്യൂനതയില്ലാതെ സൃഷ്ടിക്കുന്നവനാണ്. അഹ്സനുൽ ഖാലിഖീൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഏറ്റവും മനോഹരമായി സൃഷ്ടിക്കുന്നവൻ, സുന്ദരമായി സൃഷ്ടിക്കുന്നവൻ. മനുഷ്യനെ പൂർണ്ണതയിൽ സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പറയുമ്പോഴും ഈ അറ്റമുള്ളത് കൊണ്ട് പൂർണ്ണതയായിട്ടില്ല എന്നും ഈ അറ്റം ഒന്ന് ചെത്തിക്കളഞ്ഞാലേ പൂർണ്ണതയാകൂ എന്നും വിശ്വസിച്ച ഒരു വിഭാഗം മുസ്ലിങ്ങൾ, എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാട്ടോ, അത് ചെയ്തു വരുവാണ്. അതിനുശേഷം അവനിലേക്ക് ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത് ഈ മതവിശ്വാസമാണ്. നിന്റെ അടുത്ത സുഹൃത്തിനോട് പോലും നീ നിന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ കണ്ണട ഉപയോഗിച്ച് കാണണം. അവനെ മതവിശ്വാസിയായി കാണണം. അപ്പോൾ മാത്രമേ അവരെ ഉറ്റമിത്രമായി സ്വീകരിക്കണോ, അവനെ അകറ്റി നിർത്തണോ അടുപ്പിച്ച് നിർത്തണോ എന്നൊരു വിശ്വാസം, എന്ന ഒരു ബോധ്യം, എന്ന ഒരു യുക്തിചിന്ത നിന്നിലേക്ക് വരൂ എന്നാണ് ഇവർ വിശ്വസിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർക്കറിയാം അവരുടെ മതത്തെക്കുറിച്ച്. കാഫിറുകളെ എങ്ങനെയാണ് നമ്മളുടെ വലയിലേക്ക് വീഴ്ത്തേണ്ടത് എന്ന് അവർക്കറിയാം. നല്ല രൂപത്തിൽ ക്ലസ്റ്ററും കോച്ചിങ്ങും കിട്ടി വരുന്ന ആളുകൾക്ക് അറിയില്ലെന്നോ? ഇപ്പോ ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്ത് എങ്ങനെയാണ് അമുസ്ലിം കുട്ടികളെ വീഴ്ത്തേണ്ടത് കോച്ചിങ് കൊടുക്കുവാൻ ഒരു ഉസ്താദ് ഒരു ക്ലബ് ഹൗസ് ഇട്ടിട്ട്, നിങ്ങളൊന്ന് പല്ല് തേക്കണം, നിങ്ങൾ കുളിക്കണം, വൃത്തിയായി നിങ്ങൾ മുടിയൊക്കെ ചെത്തി ഒതുക്കി വളരെ വൃത്തിയോടുകൂടി ആയിരിക്കണം നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യേണ്ടത്. പെർഫ്യൂം അടിക്കണം. അവരുടെ വസ്ത്രത്തെക്കുറിച്ച്, അവരുടെ സംസാരത്തെക്കുറിച്ച്, അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കണം. അവരെ എപ്പോഴും സ്നേഹത്തോടു കൂടി മാത്രമേ വീഴുന്നത് വരെ നിൽക്കാവൂ. വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്നേഹിക്കണോ വെറുക്കണോ എന്നുള്ളത് നമ്മുടെ മാത്രം കാര്യങ്ങളല്ലേ. ശരി, പിന്നീട് നോക്കാം, ഉസ്താദ് പഠിപ്പിക്കുക. അങ്ങനെ ഈ കോച്ചിങ് കിട്ടുന്ന യുവാക്കൾ
അവരിനി പോലീസാകട്ടെ, ഡോക്ടറാകട്ടെ, ഇനി മന്ത്രിയാകട്ടെ, ഏതു മേഖലയിലായിരുന്നാലും ശരി, അവരുടെ തലച്ചോറിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മതമാണെങ്കിൽ അവർ നേടിയിരിക്കുന്ന വിദ്യാഭ്യാസം കുറച്ചപ്പുറത്ത് മാറി നിൽക്കും. ഇത് ഇന്നും ഇന്നലെയുമല്ല നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഒരു പെൺകുട്ടിയെ വലയിലാക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും ആകെയുള്ള സമാധാനം ഇവിടെ ലവ് ജിഹാദ് ഇല്ലേ ഇല്ലേ എന്ന് പാടി നടക്കുന്ന ഒരു വിഭാഗം ആളുകൾ മാത്രമാണ്. അങ്ങനെ ഷാജഹാൻപൂർ സ്വദേശിനിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുമായി അമിത് എന്ന ഡ്യൂപ്ലിക്കേറ്റ് പേരിൽ ബാദ്ഷാ ബന്ധം സ്ഥാപിക്കുന്നു. ബാദ്ഷാ ഖാനാണെന്നും മുറിയനാണെന്നും കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയല്ലോ. ശരി, സൗഹൃദത്തിലായതിനു ശേഷം ബാദ്ഷാ ഖാൻ തന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയതായി യുവതി തന്നെ പറയും. താനുമായി ബന്ധം തുടരുന്ന സമയത്താണ് 2015 UP പോലീസിൽ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ബാദ്ഷാ ഖാൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ജോലി കിട്ടിയതോടെ ബാദ്ഷാ മറ്റൊരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. തുടർന്ന് ഇയാളിൽ നിന്ന് അകലാൻ ശ്രമിച്ചെങ്കിലും ബാദ്ഷാ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ ബാദ്ഷാ ഖാൻ യുവതിയോട് 50,000 രൂപ ആവശ്യപ്പെട്ടു. ഭീഷണിക്ക് വഴങ്ങി യുവതി ഈ പണം ഓൺലൈനായി ബാദ്ഷയ്ക്ക് നൽകി. അപ്പോഴാണ് ബാദ്ഷാ മുസ്ലിമാണ് എന്നറിയുന്നത്. ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ ഇസ്ലാം സ്വീകരിക്കാൻ ബാദ്ഷാ സമ്മർദ്ദം ചെലുത്തിയതായും യുവതി പറയുന്നു. തന്റെ മതത്തിൽ 4 നിക്കാഹുകൾ അനുവദനീയമാണെന്നും മുസ്ലിമായാൽ തന്റെ 2ാം ഭാര്യയാക്കാമെന്നുമാണ് ബാദ്ഷാ ഈ പെൺകുട്ടിയോട് പറഞ്ഞത്. ഡിസംബറിൽ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ബാദ്ഷാ തന്നെ ഭീഷണിപ്പെടുത്തിയതായും ബാദ്ഷായുടെ കുടുംബാംഗങ്ങൾ തന്നെ മർദ്ദിച്ചതായും യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. 50 ലക്ഷത്തോളം രൂപ പലപ്പോഴായി ബാദ്ഷാ വാങ്ങിയെടുത്തെന്നും യുവതി പറയും. ഈ സോഷ്യൽ മീഡിയ വ്യാപകമായ കാലഘട്ടത്തിൽ പോലും ഇത്തരം തട്ടിപ്പും വെട്ടിപ്പും മതപരിവർത്തനവും ഭീഷണിയും ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ മടലുകളൊക്കെ ഇത്തരത്തിൽ വീണ് ചാവുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നിപ്പോകും ചില സമയത്ത്. ജീവൻ പണയം വെച്ച് പല യാഥാർത്ഥ്യങ്ങളും തുറന്നു പറയുമ്പോഴും അത് അംഗീകരിക്കാൻ, അതൊന്ന് കേൾക്കാൻ, അതൊന്നും മനസ്സിലാക്കി പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ലവ് ജിഹാദ് എന്ന പേരില് വീട്ടിൽ അലമാരയിൽ കെട്ടിയിട്ടിരുന്ന പെൺകുട്ടികളെ മോചിപ്പിക്കുന്ന ഒരു യുവാവിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. ഇത്തരത്തിലൊരു വീഡിയോ കുറേ നാളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. ഈ വീഡിയോ പല അനാവശ്യ അടിക്കുറിപ്പുകളോടുകൂടി വീണ്ടും വീണ്ടും ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. കാര്യത്തിന്റെ വാസ്തവം എന്താണെന്ന് പരിശോധിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് തെലുങ്ക് വാർത്താ മാധ്യമമായ ന്യൂസ് മീറ്റർ. ഇങ്ങനെ ഫേക്ക് വാർത്തകൾ വരുന്നത് കൊണ്ടാണ് സത്യസന്ധമായ വാർത്ത പോലും ജനങ്ങൾ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി നോക്കുന്നത്. ഈ അവകാശവാദം തെറ്റാണ് എന്നിവർ കണ്ടെത്തിയിരിക്കുന്നു. ന്യൂസ് മീറ്റർ 7 മിനിറ്റാണ് ഈ വീഡിയോയുടെ ദൈർഘ്യം. തെലുങ്ക് ഭാഷയിലെ വീഡിയോ ഷെയർ ചെയ്ത ചില ആളുകൾ ചില അടിക്കുറിപ്പുകളും നൽകിയിട്ടുണ്ട്. ലവ് ജിഹാദ് നടത്തിയവർ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, അവരെ കൊന്ന് ശരീരഭാഗങ്ങൾ വിറ്റ് 70 ലക്ഷം മുതൽ 90 ലക്ഷം വരെ സമ്പാദിക്കുന്നു, സൂക്ഷിക്കുക, ഇങ്ങനെയൊക്കെയാണ് ആ വീഡിയോയുടെ അടിക്കുറിപ്പുകൾ. പക്ഷേ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇത് തിരക്കഥയനുസരിച്ച് തയ്യാറാക്കിയ വീഡിയോ ആണ് എന്നാണ് വ്യക്തമാകുന്നത് എന്ന് പരിശോധിച്ച ന്യൂസ് പറയുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. യൂട്യൂബിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതേ യൂട്യൂബ് ചാനലിൽ തന്നെ ഇതേ അഭിനേതാക്കൾ ചെയ്ത മറ്റു പല വീഡിയോകളും ഉണ്ട് എന്നതുകൊണ്ട് ഇത് തിരക്കഥയനുസരിച്ച് ഷൂട്ട് ചെയ്ത ഷോർട്ട് ഫിലിം ആണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇതുപോലെയുള്ള യഥാർത്ഥ സംഭവങ്ങളെ പോലും ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ ഇതുപോലെയുള്ള ക്രിയേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. കാരണം സത്യം ഏതാണ്, മിഥ്യ ഏതാണ്, ഏതാണ് ഈ പറഞ്ഞു പരത്തുന്ന കിംവദന്തികൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധം കള്ളവും നുണയും ഇടകലർന്നു പോയി നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് തന്നെ. നന്ദി.